ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ മുഹമ്മദ് ബഷീർ, ജോലിയും പണവും വാഗ്ദാനം ചെയ്ത് മതം മാറ്റം, അതാണ് ചിത്രലേഖ ഞങ്ങളോട് പറഞ്ഞത്. എന്താണ് പ്രതികരണം? പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം മതം മാറ്റുക എന്നുള്ളതിന്റെ അജണ്ടയിലില്ല. ഇത് മതം മാറ്റി പൈസ കൊടുത്താൽ മാറുന്ന ഒരു മതമല്ല. അത് വളരെ കൃത്യമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിലപാട്. അവിടെ പ്രാദേശികമായിട്ടുള്ള അവിടെ പീഡനങ്ങൾ നേരിട്ടുള്ള ചിത്രലേഖയെ പോലുള്ള ആളുകൾ ഒരു മുഖ്യധാര CPM പാർട്ടിയോട് ഇത്രയും കാലം പൊരുതി നിന്നൊരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു പാർട്ടി വീട് കൊടുക്കുമ്പോഴോ പൈസ കൊടുക്കുമ്പോഴോ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് നേരിട്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളെ സംസാരത്തുനിന്ന് ഇത് ഒളിക്യാമറയാണ്. ഏഷ്യാനെറ്റ് ആദ്യമായിട്ടല്ല ഒളിക്യാമറ ഓപ്പറേഷൻ നടത്തുന്നത് എനിക്കറിയാം. നേരത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെ ആളുകളുടെ ഓഫീസിന് പുറത്തിരുത്തിയിട്ട് ഭീകരമായി ഇവിടെ ഭീകരവാദികൾ ഒളിഞ്ഞുകൂടുന്നു പറഞ്ഞ ഏഷ്യാനെറ്റിന്റെ അടുത്തൊരു സ്റ്റെപ്പായിട്ട് എനിക്കിത് തോന്നുന്നത്. അതുകൊണ്ട് ഇതില് ചിത്രലേഖ വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ചിത്രലേഖ എന്നത് പറയും. പോപ്പുലർ ഫ്രണ്ടിന് ഇത്തരം സംഗതികളൊരു ആക്ടിവിറ്റി. CP മുഹമ്മദ്, ഇത് ഒളി ക്യാമറയാണെന്നുള്ളത് ഞങ്ങൾ ഒളിച്ചു വെച്ചിട്ടില്ല. ഒളി ക്യാമറ തന്നെയാണ്. ആ ഒളി ക്യാമറയിലാണ് അവർ പറഞ്ഞത്. ആ വാക്കുകൾ എന്തായാലും ഞങ്ങൾ പറയിപ്പിച്ചല്ലോ. അതേതായാലും അവര് നിങ്ങൾ പറയുന്നത് എന്താ അതിന്റെ കോണ്ടെക്സ്റ്റാ പറഞ്ഞുകൂടാ. പ്രാദേശികമായി പ്രവർത്തകർ എന്താ ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതേസമയം നമ്മുടെ വളരെ കൃത്യമായ പോലീസ്, അതേസമയം ഇസ്ലാമിലേക്കോ ഏത് മതത്തിലേക്കോ ആളുകൾ വരുമ്പോൾ അത് മൗലികമായ ഒരു അവകാശമാണ്. ഇത്രയും കാലം വളരെ ഫൈറ്റ് ചെയ്ത് ഈ ജാതീയതയോടും ഇവിടുത്തെ മുഖ്യധാര CPM അടക്കമുള്ള ആളുകളുടെ ദലിതരോടുള്ള പിന്നോക്കക്കാരുള്ള വിരോധവും അക്രമവും സഹിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീ വളരെ ശക്തമായ ഒരു നിലപാട് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുമ്പോൾ അതിൽ പോപ്പുലർ ഫണ്ടിലേക്ക് ചാർത്തിയിട്ട് അതിനെ മിനിമൈസ് ചെയ്യാനോ അതിനെ അവഗണിക്കാനോ ശ്രമിക്കുന്നത്, അതിനെ വഴിതിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ മുഖ്യധാര ഏഷ്യാനെറ്റ് പോലുള്ള സാധനങ്ങൾ ചെയ്യുന്നു എന്ന് എനിക്ക് അതിന് പറയാനുള്ളൂ. പക്ഷേ ശ്രീ CP മുഹമ്മദ്, ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് ചിത്രലേഖയുടെ ഇതിലുള്ള ഒരു പോരാട്ടവും അങ്ങനെ പോരാടി നിൽക്കുന്ന ഒരാൾക്ക് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അത് സ്വീകരിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്, മനസ്സിലാകും. പക്ഷേ ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയാണ്, നിങ്ങളുടെ ഒരു സംഘടനയാണ്. ആ സംഘടന ഇങ്ങനെ ഒരു ആവശ്യമുള്ള ഒരാളോട് ജോലി തരാം, പണം തരാം, ഭക്ഷണം വീട്ടിൽ കൊണ്ട് അരിയോ മറ്റു സാധനങ്ങളോ കൊടുത്തെന്ന് പറയുന്നു. അങ്ങനെ ചെയ്യാമോ എന്ന ഒരു നൈതിക ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ആ നൈതിക ചോദ്യം വളരെ പ്രസക്തമാണ്. മതം മാറ്റാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഒരു ഹെൽപ്പോ സഹായം ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ പോലെ സ്വാഭാവികമാണ്. ഒരു പ്രദേശത്ത് അവഗണിക്കപ്പെട്ട പ്രയാസപ്പെടുന്ന ആൾക്ക് കൊടുക്കുക, റിലീഫ് ആക്ടിവിറ്റിയോ അവരെ സഹായിക്കുന്ന ഒരു പ്രശ്നമില്ല. അതിന് കണ്ടീഷൻ മതം മാറാൻ പറ്റുന്ന ഇന്ത്യയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയിട്ടുണ്ട്. ഇത്തരം സംഗതികൾക്കൊക്കെ മതം മാറ്റം കണ്ടീഷനായിട്ട് നമ്മളെവിടെയും വെക്കാറില്ല, നമ്മുടെ പോളിസിയും അല്ല. അതേസമയം ഇവർ പറയുന്നത് വസ്തുത ഒന്നും കൂടി വ്യക്തമാക്കേണ്ടതുണ്ട്. അവർ ഇന്ന് അതിനുശേഷം ഒളി ക്യാമറ ഓപ്പറേഷൻ വന്നതിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് അവരുടെ നിലപാട് വളരെ വ്യക്തമാണ്. നമ്മൾ അരി കൊടുത്തിട്ടോ ഭക്ഷണം കൊടുത്തിട്ടോ മാറ്റുന്ന അതിന്റെ ആവശ്യമില്ല. പോപ്പുലർ ഫ്രണ്ട് പണി അതല്ല. പോപ്പുലർ ഫ്രണ്ടിന് വളരെ കൃത്യമാണ് ഇന്ത്യൻ ഫാഷിസ്റ്റുകളോട്, ഇന്ത്യയിലെ സവർണ ലോബിയോട് വളരെ ശക്തമായി ചെറുത്തു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ജനങ്ങളെ മുഴുവൻ ശാക്തീകരിക്കുന്ന, പിന്നാക്ക വിഭാഗത്തെയും മുസ്ലിങ്ങളെയും ഒക്കെ ശാക്തീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനുള്ള ഭാഗത്ത് സ്വാഭാവികമായിട്ടും ചിത്രലേഖ പോലുള്ള ആളുകൾക്ക് അവിടെ സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, മുഖ്യധാര ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇത്രയും കാലം ഇവിടെ അവഗണിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി സാമൂഹ്യ വിവേചനത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് അവരെ പോലുള്ള ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെരഞ്ഞെടുപ്പാണ്. അതിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ഡൈവേർട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി CP മുഹമ്മദ് ബഷീർ പ്രതികരിച്ചത്.